ഈ കനത്ത മഴയ്ക്കിടെ തൃശൂർ മാരാർ റോഡിൽ ടാറിംഗ് നടത്തിയ സംഭവത്തിൽ ജോലിക്ക് പണം നൽകില്ല എന്ന പുതിയ പ്രതികരണം തൃശൂർ മേയറുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെയാണ് മേയറുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇടപെടലും പ്രതികരണം ഉണ്ടാകുന്നത്. കരാറുകാരൻ വരുന്നതിന് മുൻപ് ജോലിക്കാർ പണി ആരംഭിച്ചതാണ് എന്നൊരു വിശദീകരണം കൂടിയുണ്ട്. രാവിലത്തെ കാലാവസ്ഥ നോക്കി ജോലിക്ക് ഇറങ്ങാനാണ് പറഞ്ഞിരുന്നത് എന്നും മേയർ MK വർഗീസ് പറയുന്നു. രാവിലെ ഉണ്ടായ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണിത്. മഴയത്ത് ടാറിങ് നടത്താം. തൃശ്ശൂർ കോർപ്പറേഷന്റെ തോന്നിയാസല്ലേ ഈ പരം മഴയത്ത് മാരാർ റോഡിലെ ടാറിങ്. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? ചാട്ടവാറണ്ട് അടിക്കണ്ട ഇവനൊക്കെ. അത്രയും വലിയ മഴ പെയ്യുക. തൃശ്ശൂർ ജില്ല കണ്ടതിൽ വെച്ച് ഈ കൊല്ലം ഏറ്റവും വലിയ മഴ പെയ്യുമ്പോൾ ടാറിങ് നടത്താം. കൊല്ലം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഴ പെയ്യുമ്പോൾ ടാറ് ചെയ്യുന്ന വിദ്യ, ഓരിച്ചൊരിയുന്ന മഴ, ആ മഴയത്ത് ടാറ് ചെയ്യാം. കഷ്ടം. ഈ കൊല്ലം കണ്ട ഏറ്റവും വലിയ മഴ, ആ മഴയത്ത് ടാറ് ചെയ്യുന്ന വിദ്യ, എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. രാവിലെ 7:30 മുതൽ ഏകദേശം 2 മണിക്കൂർ നിർത്താതെ ഉള്ള കനത്ത മഴയായിരുന്നു തൃശ്ശൂർ നഗരത്തിലാകെ. അതിനിടയ്ക്കാണ് തൃശ്ശൂർ മാരാർ റോഡിൽ ഇത്തരത്തിലൊരു കാഴ്ച കണ്ടത്. അതായത് ഈ ടാറിങ്ങിന് വേണ്ടിയുള്ള സാമഗ്രികൾ അവിടെ കൊണ്ടുവരികയും അതിനുവേണ്ട ടാറിങ്ങിന് വേണ്ട നടപടികൾ ആരംഭിക്കുകയും ഈ ടാർ ഒരുക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ആരംഭിക്കുകയും ചെയ്തു. ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന പൊതുപ്രവർത്തകൻ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും നമുക്ക് അയച്ചു തരികയും ചെയ്തു. അങ്ങനെ ഈ സംഭവം അത് ഒരു വാർത്തയാവുകയും ചെയ്തു. അതോടുകൂടി കോർപ്പറേഷന്റെ ഇതിലൊരു പ്രതികരണവും ഇപ്പോൾ വന്നിട്ടുണ്ട്. മേയറുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം, ഇന്നലെ ഓറഞ്ച് അലർട്ട് ആയിരുന്നെങ്കിലും വെയിലായിരുന്നു. അപ്പോൾ ഇന്നും റെഡ് അലർട്ട് ആണെങ്കിൽ പോലും വെയിലുണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. രാവിലത്തെ കാലാവസ്ഥ നോക്കി ജോലിക്ക് ഇറങ്ങാനാണ് ഈ കരാറുകാരോട് പറഞ്ഞിരുന്നത്. കുഴിയടക്കലിന് വേണ്ടിയാണ്. നഗരത്തിന്റെ പല റോഡുകളുടെയും ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെയൊക്കെ വാർത്തകൾ നൽകിയതാണ്. അതിനിടയിൽ ഈ കുഴിയടക്കലിന് വേണ്ടിയുള്ള ഒരു കരാറാണ് നൽകിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ പക്ഷേ കരാറുകാരൻ എത്തുന്നതിന് മുൻപേ ഈ ജോലിക്കാരെത്തി പണി തുടങ്ങി എന്നുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള വിശദീകരണമാണ് മേയറുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും ഈ ഒരു പണിക്ക് പണം നൽകില്ല. ഈ താൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് അവിടെ എത്തി ഏതെങ്കിലും തരത്തിൽ കുഴിയടക്കലൊക്കെ തന്നെ നടത്തുന്ന ഒരു സ്ഥലത്ത് അതിന്റെ ഒരു പരിശോധനയൊക്കെ നടത്തിയതിന് ശേഷം അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പണം നൽകൂ എന്നാണ് മേയർ പറയുന്നത്. അതേസമയം ഈ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് ഈ തൊഴിലാളികൾ അവിടെ നിന്ന് പോവുകയും ഈ ടാറിംഗ് അവസാനിപ്പിക്കുകയുമാണ് ചെയ്തത്. ശരി ലിഷോയ്, മേയർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഈ ടാറിംഗ് നടത്തിയ സംഭവത്തിൽ ജോലിക്ക് പണം നൽകില്ല എന്നായിരുന്നു തൃശൂർ മേയറുടെ പ്രതികരണം. കരാറുകാരൻ വരുന്നതിന് മുമ്പ് ജോലിക്കാർ പണി ആരംഭിച്ചതാണ് എന്നൊരു ന്യായീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. MK വർഗീസിന്റെ പ്രതികരണം. ഇന്നലെ 30 ഡിഗ്രി ചൂടായിരുന്നു. 30 ഡിഗ്രി ചൂട് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് റെഡ് അലർട്ട് വന്നാലും ചിലപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലൊന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇത് കൊടുത്തതിന് ശേഷം ഇന്നലെ വൈകുന്നേരം തന്നെ ഞാൻ എല്ലാവരും വിളിച്ചു പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, ഇതുപോലെയാണെങ്കിൽ റെഡ് അലർട്ടാണ്, ആരും പണിയെടുക്കണ്ട. പക്ഷേ അങ്ങനെ പറയുന്ന സമയത്ത് മറ്റുള്ള എല്ലാ സ്ഥലത്തും 4 സ്ഥലത്തുണ്ട്. ഒരു സ്ഥലത്ത് ഉടമസ്ഥൻ വരുന്നതിന് മുമ്പ്, അത് വർക്ക് നടത്തുന്നതിന് മുമ്പ് പണിക്കാരൻ വന്നിട്ട് എന്ത് ചെയ്തു, തീ കത്തിച്ചതേ ഉള്ളൂ. ഒരു പണി നടന്നിട്ടില്ല. നടത്താൻ വേണ്ടി ഇന്നലെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളതാണ്. അവർക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് നടന്നതാണ്. പൈസ കിട്ടണമെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വന്ന് ചെക്ക് ചെയ്തു, അതിനുശേഷം കാശ് കൊടുക്കുള്ളൂ. അതുകൊണ്ട് അവർ പറഞ്ഞു ഈ വെയിലുമേ പിടിക്കില്ല. അങ്ങനെയാണ് ഇന്നലത്തെ വെയിൽ കണ്ടത്, അതനുസരിച്ച് പറഞ്ഞു. പക്ഷേ ഇന്ന് റെഡ് അലർട്ട് ആയപ്പോൾ അവർ നിർത്തി. കാശ് കിട്ടണ്ടേ അവർക്ക്, അത് കൊടുക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. കാശ് കൊടുക്കില്ല, ഒരു കാരണവശാലും കൊടുക്കില്ല. തൃശൂർ മാരാർ റോഡിലാണ് കനത്ത മഴയിലും ടാറിംഗ് നടത്തിയത്. ഈ മഴയത്താണ് ടാറിംഗ് അല്ലേ? ചെയ്യില്ല എന്ന് താൻ പറയണേ. ഇതെവിടെ ടാറിംഗ് എന്നിട്ടാ? മഴയത്ത് ടാറിംഗ് നടത്താം. തൃശ്ശൂർ കോർപ്പറേഷൻ മഴയത്ത് ടാറിംഗ് നടത്താം.